എൻ്റെ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് വരി കാര്യങ്ങൾ. അത് പഴയ വീഡിയോ നോക്കി അറിയാൻ പറ്റും. അതായത് എന്തുള്ളപ്പോഴാണ് അത് സ്നേഹമെന്നും പിന്നീട് എന്ത് കഴിയുമ്പോഴാണ് അത് ഈ പറയുന്ന പീഡനമായിട്ട് മാറുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലരും കേട്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളായിരുന്നു കൂടുതലും. പിന്നെ 2-3 വർഷങ്ങൾക്ക് ശേഷം എന്തുകൊണ്ട് പരാതിപ്പെടുന്നു എന്ന് ചോദിച്ചപ്പോൾ ഈ പുള്ളിക്കാരി പറയുന്നത് അത് കൂടുതൽ ആളുകൾ ഇതിൽ ഈ വേടൻ്റെ ഇരയാക്കപ്പെട്ടിട്ടുണ്ട്, ഇനി ഇത് കണ്ടിന്യൂ ചെയ്തുകൂടാ എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇതുമായിട്ട് പരാതിയായിട്ട് മുന്നിലേക്ക് വന്നതെന്ന്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് വന്നു എന്നാണ് പറയുന്നത്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം വേടനൊപ്പം നിന്നിട്ട് ഇന്നിപ്പോൾ ഈ ഒരു സംഭവങ്ങൾ കുത്തിപ്പൊക്കണമെന്ന് ഏതോ ഒരു വ്യക്തി ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ രംഗത്തേക്ക് യുവതി വന്നിരിക്കുന്നത്. എന്തായാലും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസിന് എത്രത്തോളം ഹോൾഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ കേസിന് എത്രത്തോളം വാല്യൂ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഡോക്ടർ ഈ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹം വേടന് കൊടുക്കുന്ന പ്രിവിലേജ് എന്താണെന്നുള്ളത്, ആ പ്രിവിലേജ് അയാൾ ഉണ്ടാക്കിയെടുത്തതാണ്. എങ്ങനെ അയാൾ ഉണ്ടാക്കിയെടുത്തത്?